കണ്ണൂർ പെരിങ്ങത്തൂരിൽ ബസ്സിൽ കയറി കണ്ടക്ടറെ മർദ്ദിച്ചത് സ്വർണ്ണക്കടത്ത് ഗുണ്ടാ സംഘം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സവാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമിച്ചത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുമായി ബന്ധമുള്ളവരാണ് ഈ അക്രമികൾ. പ്രതികൾക്കായി തിരച്ചിൽ തുടരുന്നുണ്ട്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഉണ്ട്. മിഥുൻ, കഴിഞ്ഞ ദിവസം ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുമായി ഈ ഗുണ്ടാ സംഘത്തിനുള്ള ബന്ധം വ്യക്തമാക്കുന്ന ഒരു ചിത്രം നമ്മൾ പുറത്ത് വിട്ടിരുന്നു. ഇപ്പോൾ ഒരു കൊലക്കേസ് പ്രതികളെക്കാൾ ബന്ധമുണ്ട് എന്നതിലുപരി ഇപ്പോൾ സ്വർണ്ണക്കടത്ത് സംഘമാണ് ഇവർ എന്നും പറയുന്നുണ്ട്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? കണ്ണൂർ പെരിങ്ങത്തൂരിൽ കഴിഞ്ഞ ദിവസമാണ് ബസ് കണ്ടക്ടറെ ഒരു സംഘം ബസ്സിൽ കയറി ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കൂട്ടത്തിലൊരാളുടെ ഭാര്യയോട് പാസ് പൈസ അല്ല, യൂണിഫോമിൽ അല്ലാത്തതുകൊണ്ടും പാസ് കാണിക്കാതിരുന്നതുകൊണ്ടും ഫുൾ തുക നൽകണമെന്ന് ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ പെൺകുട്ടിയുടെ ഭർത്താവും ഏതാനും ചില ആളുകളും ബസ്സിൽ കയറി ഇയാളെ ക്രൂരമായി മർദ്ദിച്ചത്. ഈ നാദാപുരം സ്വദേശിയായ വിശ്വജിത്ത് എന്ന വ്യക്തിയുടെ ഭാര്യയ്ക്കാണ് പാസ് നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു എന്ന ബസ് കണ്ടക്ടറെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ അക്രമം നടത്തിയത് സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട പ്രതിയുടെ നേതൃത്വത്തിലാണ് എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സവാദ് പെരിങ്ങത്തൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു അക്രമം അഴിച്ചുവിട്ടത്. മാത്രമല്ല, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ മുഹമ്മദ് ഷാഫിയുമായി ഈ പ്രതികൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ഇവരോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളടക്കം കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്ത് വിടുകയും ചെയ്തിട്ടുണ്ട്. ഈ ബസ്സിൽ കയറി അക്രമം നടത്തിയത് 5 അംഗ സംഘമാണ്. മാത്രമല്ല, ഇതിന് പിന്നാലെ ബസ്സിന് പിന്നിൽ ഏതാണ്ട് 6 പേരടങ്ങുന്ന ഒരു സംഘം ഇന്നോവ കാറിൽ പിന്തുടരുകയും ചെയ്തിട്ടുണ്ട്. ഈ അക്രമത്തിന് നേതൃത്വം നൽകിയ വിശ്വജിത്തും അതുപോലെ തന്നെ സവാദും ഈ 2 പേരും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൾ കൂടിയാണ്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. അതേസമയം തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിൽ ബസ് തൊഴിലാളികൾ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമരം നടത്തുകയാണ്. കാരണം അവരുടെ ഒരു തൊഴിലാളിക്കാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. CITUവിന്റെ അംഗമാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വിഷ്ണു ഇപ്പോഴും തലശ്ശേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. തലയ്ക്കും ശരീരത്താകമാനം വലിയ തോതിലുള്ള മർദ്ദനമേറ്റിട്ടുണ്ട്. ഈ വണ്ടിയുടെ ചാവി ഉപയോഗിച്ചടക്കം ഇയാളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ പെരിങ്ങത്തൂരിൽ ബസ്സിൽ കയറി കണ്ടക്ടറെ മർദ്ദിച്ചത് സ്വർണ്ണക്കടത്ത് ഗുണ്ടാ സംഘം എന്ന വിവരമാണ് പുറത്ത് വരുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സവാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമിച്ചത്. അതേസമയം തന്നെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ അലംഭാവം ഉണ്ടാകുന്നു, ഇവരുടെ അറസ്റ്റ് വൈകുന്നു എന്നാരോപിച്ച് ബസ് തൊഴിലാളികൾ പണിമുടക്കുന്നും ഉണ്ട്. മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.